പക്ഷെ അന്ന് കൂലിയായി കിട്ടുന്ന ആ പണത്തിന് നെല്ലോ അരിയോ വാങ്ങാൻ പ്ലാവിലക്കഞ്ഞി എന്ന പാഠത്തിൻ്റെ കേന്ദ്ര ആശയത്തെ ചില വിഭാഗങ്ങളാക്കി ആദ്യം തരംതിരിക്കാം. പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രധാന കഥാപാത്രങ്ങൾ 4 പേരാണ്. അതിലൊന്ന് നായക കഥാപാത്രമായ കോരനാണ്. 2 നായിക കഥാപാത്രമായ ചിരിതയാണ്. 3-മത്തത് കോരൻ്റെ അച്ഛൻ ചാത്തൻ. 4-മത്തത് പുഷ്പവേലിൽ തേപ്പ് മുതലാളി. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഇതിനകത്ത്. എണ്ണങ്ങളിലേക്ക് നമുക്ക് വരാം. കോരൻ രണ്ടിടങ്ങഴി എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ്. പ്ലാവിലക്കഞ്ഞി എന്ന പാഠത്തിലെ പ്രധാന കഥാപാത്രം. പുഷ്പവേലിൽ ഔസേപ്പ് മുതലാളിയുടെ പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളിൽ ഏറ്റവും പ്രധാനിയാണ്. എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ തൊഴിൽ ചെയ്യും. തൊഴിലിന് കൂലിയായിട്ട് മുതലാളിയുടെ വീട്ടിൽ ചെന്ന് യാചനയോടെ നിൽക്കും. മുതലാളി കൂലിയായിട്ട് പണം കൊടുക്കും. പക്ഷെ അന്ന് കൂലിയായി കിട്ടുന്ന ആ പണത്തിന് നെല്ലോ അരിയോ വാങ്ങാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് മുതലാളിയുമായിട്ട് ചില തർക്കങ്ങൾ കോരൻ നടത്തുന്നുണ്ട്. കൂലിയായിട്ട് ചക്രം വേണ്ട, പകരം നെല്ല് തന്നാൽ മതി, ഇന്നത്തെ അത്താഴക്കരിക്കാടിക്ക് എന്ന് പറയാറുണ്ട്. വിവാഹ ദിവസം കോരൻ ചിരിതയെ വിവാഹം കഴിച്ചു. വിവാഹ ദിവസം വീട്ടിൽ ചില തർക്കങ്ങളുണ്ടായി. അച്ഛനുമായി തെറ്റിപ്പിരിഞ്ഞു. നേരെ ഭാര്യയും വിളിച്ചും കൊണ്ട് തൻ്റെ സുഹൃത്തായ കുഞ്ഞപ്പിയുടെ കുടിലിൽ വന്നു. കുടിലിനോട് ചേർന്ന് ഒരു ചായ്പ് മറച്ചു കെട്ടി അതിനകത്താണ് കോരനും ഭാര്യയും താമസിക്കുന്നത്. കാലം കുറേ കഴിഞ്ഞു. കോരൻ്റെ അച്ഛൻ കോരനെ തേടിയെത്തുന്നുണ്ട്. ഒരുപാട് പ്രായം ചെന്നൊരു മനുഷ്യൻ. പക്ഷേ ആ തെറ്റ് മനസ്സിലാക്കി ഭാര്യയുമൊത്ത് ജീവിക്കാൻ വേണ്ടി അച്ഛനെ ഉപേക്ഷിച്ച് വന്നത് തെറ്റായിപ്പോയി എന്ന് തിരിച്ചറിയുകയും അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അച്ഛൻ്റെ അവസാനത്തെ അഭിലാഷം ഒരു പ്ലാവിലക്കഞ്ഞി കുടിക്കണം എന്നുള്ളതാണ്. അത് നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്ന കഥാപാത്രമാണ്